എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കരുനാഗപ്പള്ളി ടു കോട്ടയം ആട്ടാ. അപ്പോൾ നമ്മൾ നേരത്തെ എപ്പിസോഡ് നിർത്തിയത് ആലപ്പുഴ വെച്ചാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കരുനാഗപ്പള്ളി പോകാൻ വേണ്ടി ഇവിടെ നിന്ന് 1:15 ആലപ്പുഴ കൊല്ലം പാസഞ്ചർ ഉണ്ട്. അപ്പോൾ അതിൽ കയറിയാണ് നമ്മളിപ്പോൾ കരുനാഗപ്പള്ളി പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഹരിപ്പാടാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കിവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് കരുനാഗപ്പള്ളി വരെ 20 രൂപയായിട്ടാണ്. ഇത് പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ടാണ് 20 രൂപ, അല്ലെങ്കിൽ ഒരു 60 രൂപ എന്തെങ്കിലും മിനിമം വരും. അപ്പോൾ എൻ്റെ കോച്ച് കണ്ട, ഇത് ചേർക്കാറിൻ്റെ കോച്ചാണ്. കണ്ട, ചേർക്കാറാണ്, ജനറൽ കോച്ചല്ല, ചേർക്കാർ ജനറലായിട്ട് ഉപയോഗിക്കുന്ന കോച്ച്. ഇത് ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഈ വണ്ടിയിൽ പോകുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല, കൊല്ലത്തോട്ട് പോകാൻ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വണ്ടിയിൽ കയറിക്കഴിഞ്ഞാൽ എളുപ്പം തിരുവനന്തപുരം വരെ പോവാം. എങ്ങനെയാണെന്നറിയോ, ഇത് കൊല്ലം വരെയല്ലേ പോകുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഉണ്ട്, അതിൽ കയറി നിങ്ങൾക്ക് ആലപ്പുഴ ഇറങ്ങാം. അഥവാ ഈ വണ്ടി ഓൺ ടൈം ആണെങ്കിൽ 1 മണി റേഞ്ചിലൊക്കെ ആലപ്പുഴ എത്താൻ പറ്റും എന്നുള്ള വേരിസ്മ ട്രെയിനിൽ നോക്കി നിങ്ങൾക്ക് കാണാം. 1 മണിക്ക് എത്തുമെന്നാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ വണ്ടിയിൽ കയറുക, കൊല്ലത്ത് ഇറങ്ങുക, അല്ല ആലപ്പുഴ ഇറങ്ങി ആലപ്പുഴയിൽ നിന്ന് ഈ വണ്ടിക്കുള്ള ടിക്കറ്റ് എടുക്കുക, ആലപ്പുഴ കൊല്ലം പാസഞ്ചർ. അപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കൊല്ലം എത്തിക്കഴിഞ്ഞാൽ കൊല്ലത്തൊരു 3 മണി റേഞ്ചിൽ ഈ വണ്ടി കൊല്ലത്തെത്തും. അപ്പോൾ അതിന് ശേഷം അവിടെ നിന്ന് 3:35 തോന്നുന്നു അവിടെ നിന്ന് കൊല്ലം നാഗർകോയിൽ പാസഞ്ചർ എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ വണ്ടി തന്നെ ആയിരിക്കും കേട്ടോ, ഈ നാഗർകോയിൽ പാസഞ്ചറായി. അപ്പോൾ ഈ വണ്ടി എന്ത് ചെയ്യും, ആ വണ്ടി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5:15 റേഞ്ചിലൊക്കെ എവിടെ എത്താം, തിരുവനന്തപുരം സെൻട്രലിൽ എത്താം. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കായംകുളം ജംഗ്ഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കായംകുളം ജംഗ്ഷൻ, എൻ്റെ പൊന്നെ, ഈ വണ്ടി ആലപ്പുഴ റൂട്ടിൽ എന്തൊരു സ്പീഡായിരുന്നെന്നറിയോ. പക്ഷേ കോട്ടയം റൂട്ടിൽ അത്ര സ്പീഡ് അനുവദിച്ചിട്ടില്ല, കാരണം വളവും തിരിവൊക്കെ ഉള്ളതുകൊണ്ട്. ആലപ്പുഴ റൂട്ട് എൻ്റെ പൊന്നെ എന്തൊരു സ്പീഡായിരുന്നു, ഭയങ്കര സ്പീഡായിരുന്നു, കോച്ചൊക്കെ കുലുങ്ങായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ കായംകുളം ജംഗ്ഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 1, 2, 3 മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പുറപ്പെടാനിരിക്കുന്ന 3:20 കായംകുളം എറണാകുളം എക്സ്പ്രസ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, WAP7. അതിവിടെ നിന്ന് 3:20 പുറപ്പെട്ട് 5:30 റേഞ്ചിൽ എറണാകുളം ജംഗ്ഷനിൽ എത്തും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ 2 മിനിറ്റിന് ശേഷം. അപ്പോൾ ഈ വണ്ടിക്ക് ബാക്കി എല്ലായിടത്തും 1 മിനിറ്റ് ഉള്ളപ്പോൾ കായംകുളം മാത്രം 2 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. കായംകുളത്ത് മാത്രം 2 മിനിറ്റ്, ബാക്കി എല്ലായിടത്തും 1 മിനിറ്റ് മാത്രമേ സ്റ്റോപ്പുള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പോൾ ആൾക്കാർ കൂടുതൽ കയറാനുണ്ടെങ്കിൽ 1 മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ 5 മിനിറ്റ് ആവാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. കൊല്ലം ജില്ലയിലാട്ടോ ഈ കരുനാഗപ്പള്ളി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൊല്ലം ജില്ലയിൽ എത്തിയിട്ടാ. അപ്പം ഞാനങ്ങനെ എന്താ പറയുക, തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, ഇനി തിരുവനന്തപുരമൊക്കെ ഒന്ന് പോകണം ട്രെയിനിലൊക്കെ, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ കൊല്ലം കോട്ടയം പാസഞ്ചർ കയറി നമ്മൾ കോട്ടയം പോകുന്നു, അതാണ് ഇനി അടുത്ത യാത്ര. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിക്ക് മുന്നേ വരുന്ന ഐലൻഡ് എക്സ്പ്രസ് ആട്ടോ, കന്യാകുമാരി ബാംഗ്ലൂർ. അപ്പോൾ ഈ വണ്ടിയിൽ അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ട് ഈ സ്റ്റേഷനിൽ. അപ്പോൾ ഇതിൻ്റെ ജനറൽ കോച്ചൊക്കെ കണ്ടാ ഫുള്ളായി, തിരക്കില്ല, സീറ്റൊക്കെ ഫുള്ളായി. ഇനിയിപ്പോൾ ഈ വണ്ടി കോട്ടയം എത്തുമ്പോൾ നന്നായിട്ട് ഫുള്ളാവും. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ് ഈ ഐലൻഡ് എക്സ്പ്രസ് എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാട്ടെ ഞാൻ പറഞ്ഞ കൊല്ലം കോട്ടയം മെമ്മു പാസഞ്ചർ. ഇതിൽ കയറിയാണ് നമ്മളിനി കോട്ടയത്തോട്ട് പോകുന്നത്. ഇതിനിപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ, കാരണം പുറപ്പെട്ടല്ലേ. ഇപ്പോൾ ഈ വൈകിട്ടൊന്നും അങ്ങനെ ആൾക്കാരൊന്നും കയറാറില്ല. ഈ വണ്ടി തിരിച്ചു പോകുമ്പോൾ എൻ്റെ പോലെ ഫുള്ളാണ്.
നിറച്ച ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇതേ 2 മെമ്മു സെറ്റും കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇവർ പോണതെന്ന് തോന്നുന്നു. കണ്ട, കൊല്ലം കോട്ടയം മെമ്മു പാസഞ്ചർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ കരുനാഗപ്പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. വലിയ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഈ കോച്ചിൽ. കാരണം ഇപ്പോൾ വൈകിട്ടായതുകൊണ്ട് ഇത് 2:40 കൊല്ലത്തുനിന്ന് പുറപ്പെടുന്ന വണ്ടിയാണ്. ഈ വണ്ടി ഇതൊരു 5 മണി റേഞ്ചിൽ 4:55 ഈ വണ്ടി കോട്ടയത്തും. പിന്നെ അവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് കൊല്ലത്തോട്ട് വരാൻ എൻ്റെ പൊന്നോ ഇഷ്ടം പോലെ ആൾക്കാരാണ്. നല്ല തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഇത്ര ഡിമാൻഡുള്ള ഒരു പാസഞ്ചറാണ് ശരിക്കും പറഞ്ഞ ഈ വണ്ടി. ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മെമ്മോൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവും. എനിക്ക് ഈ ടൈപ്പ് മെമ്മോ ഇഷ്ടം. കാരണം എന്താണെന്ന് അറിയാം, ഈ ടൈപ്പ് മെമ്മോ എന്ന് പറയുന്നത് ഇതിൻ്റെ വിൻഡോസിൽ നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ പറ്റും. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന മെമ്മോ ഒക്കെ ഇല്ലേ, അതിലാണ് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ കോച്ചൊക്കെ ഇങ്ങനെ ഗ്രില്ല് പോലെ ഇങ്ങനെ അടച്ചിട്ടേക്കുക കണ്ടിട്ടുണ്ടാവും. അതിൽ കയറിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇതാണ് ഏറ്റവും നല്ല സുഖമായിട്ട് കാഴ്ചയൊക്കെ നന്നായിട്ട്. അതിലും കാഴ്ച കാണാം, പക്ഷേ ഇതിലാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ നേരത്തെ കയറിയ ആലപ്പുഴ കൊല്ലം പാസഞ്ചറിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് ഷെയറിങ് കണ്ടത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റേറ്റ് ഷെയറിങ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇത് നാഗർകോവിലിൽ നിന്ന് കോട്ടയത്തോട്ട് വരും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇത് കോട്ടയം നിലമ്പൂരായിട്ടും തിരിച്ച് കോട്ടയത്ത് നിന്ന് നിലമ്പൂരിൽ നിന്ന് തിരിച്ച് കോട്ടയത്തോട്ട് വരും. പിന്നെ ഇത് അടുത്ത ദിവസം കോട്ടയം കൊല്ലം പാസഞ്ചറായിട്ട് രാവിലെ 5:40 ഇത് നേരെ കൊല്ലത്തെത്തും. പിന്നെ ഇത് കൊല്ലത്ത് നിന്ന് രാവിലെ 9:05 കൊല്ലം ആലപ്പുഴ പാസഞ്ചറായിട്ട് ആലപ്പുഴ വരും. ഇത് 1:15 നേരെ തിരിച്ച് കൊല്ലത്തോട്ട് പോകും. പിന്നെ ഇത് എനിക്ക് തോന്നുന്നുണ്ട് 3:30 ഇത് കൊല്ലം നാഗർകോവിൽ പാസഞ്ചറായിട്ട് ഇത് നേരെ തിരിച്ച് നാഗർകോവിൽ പോകും. പിന്നെ നാഗർകോവിൽ നിന്ന് കോട്ടയം മനസ്സിലായോ. ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് ഷെയറിങ്. അപ്പോൾ കറക്റ്റ് ആണോ എന്ന് അറിയില്ല, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ശരിയായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി കോട്ടയത്ത് 4:55 എത്തുമെന്നാണ് കാണിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വണ്ടി ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ 5:10 എന്തോ ആയി. 5:05 വണ്ടി അവിടെ എത്തിയപ്പോൾ. 5:20 കോട്ടയം എറണാകുളം പാസഞ്ചർ. അത് കിട്ടുമോയെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ വണ്ടി. ഇവിടെ നിന്നൊന്നും ആൾക്കാരുണ്ടാവില്ല കേട്ടോ, കുറവായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ കോച്ചിൽ ആരും കയറില്ല എന്തായാലും. കാരണം നമ്മളിത്തിരി മുന്നിലായിരുന്നേ. ബാക്കിൽ 2-3 പേര് കയറി. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ തിരക്കെന്ന് പറയുന്നത്, തിരിച്ച് ഈ വണ്ടി കൊല്ലത്തോട്ട് പോകുമ്പോൾ വണ്ടി ഫുള്ളായിരിക്കും, നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് മാവേലിക്കരയെന്ന് തോന്നുന്നു, മാവേലിക്കര. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഈ ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വരാനുണ്ട്. അപ്പോൾ ആ വണ്ടി ഇന്ന് ലേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കയറ്റി വിട്ട് ലേറ്റ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഈ വണ്ടി ഓൺ ടൈമാണെങ്കിൽ നമ്മളെ പിടിച്ചിട്ടിട്ട് അതിനെ കയറ്റി വിട്ടേനെ. പക്ഷെ ആ വണ്ടി ആലപ്പുഴ വഴിയാട്ടാ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന മെമ്മു ട്രെയിനുകളുണ്ട്. എറണാകുളം ഭാഗത്തോട്ടും തിരുവനന്തപുരം ഭാഗത്ത്, പിന്നെ പുനലൂർ ആ ഭാഗത്തോട്ടൊക്കെ. അപ്പോൾ ഞാൻ എറണാകുളത്തോട്ടും മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടികളെ പറയുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ വണ്ടി കൊല്ലത്ത് നിന്ന് വെളുപ്പിനെ 4:20 മെമ്മു ആട്ടാ. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് മറ്റേ സ്പെഷ്യൽ വണ്ടി ഉണ്ടല്ലോ, സ്പെഷ്യൽ ട്രെയിൻ, സ്പെഷ്യൽ മെമ്മു. അത് 5:55 കൊല്ലത്ത് നിന്ന് പുറപ്പെടും. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് 8 മണിക്കാണ്. അതൊരു 12 മണി റേഞ്ചിൽ എറണാകുളം ജംഗ്ഷനിലെത്തും. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 66308 11 മണിക്ക് കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന മെമ്മു. അതൊരു 2:50 3 മണി റേഞ്ചിലെത്തും. പിന്നെയുള്ള അടുത്ത വണ്ടി രാത്രിയിലാട്ടോ. അതും 9:05 രാത്രി പുറപ്പെട്ട് ഒരു 12 മണി റേഞ്ചിൽ 12:30 റേഞ്ചിൽ ഇത് എറണാകുളം ജംഗ്ഷനിലെത്തും. അപ്പോൾ ഇനിയുണ്ട് കേട്ടോ മെമു ട്രെയിൻസ്, പക്ഷേ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കോട്ടയത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ അതിലൊരു വണ്ടിയാണ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്.
അപ്പോൾ അത് എല്ലാ ദിവസവും ഉള്ള ഒരു എക്സ്പ്രസ് ആട്ടോ. നിലമ്പൂർ ഭാഗത്തോട്ട് പോകാൻ പറ്റും. അത് ഒരു എക്സ്പ്രസ് ആണെങ്കിലും പാസഞ്ചറിനെ പോലെയാണ്. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് എറണാകുളം കോട്ടയം പാസഞ്ചർ. അത് മറ്റേ കാരക്കൽ എക്സ്പ്രസിൻ്റെ റൈറ്റ് ഷെയറിംഗ് ആണ്. എറണാകുളം കോട്ടയം, പിന്നെ കോട്ടയത്ത് നിന്ന് എറണാകുളം, രാത്രി എറണാകുളം കാരക്കൽ, അങ്ങനെ. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് രാവിലെ കോട്ടയം കൊല്ലം പാസഞ്ചർ ഉണ്ട്. അത് പറഞ്ഞാൽ മറ്റേ ആലപ്പുഴ കൊല്ലത്തിൻ്റെ റൈറ്റ് ഷെയറിംഗ് ആട്ടാ. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് വൈകിട്ട് ഈ വണ്ടി ഇപ്പോൾ ഈ നമ്മൾ കയറിയിരിക്കുന്ന വണ്ടി തിരിച്ച് 5:30 കൊല്ലത്തോട്ട് കോട്ടയം കൊല്ലം മെമ്മു ആയിട്ട് തിരിച്ചു. അങ്ങനെ കുറച്ച് ട്രെയിനുകൾ മാത്രമേ ഈ കൊല്ലത്ത് നിന്ന് കോട്ടയത്തു നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇങ്ങനെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ വണ്ടീനെ കയറ്റിയത്. എനിക്ക് തോന്നുന്നു 1 വണ്ടിയൊന്നും കയറില്ല എന്ന് തോന്നുന്നു. കാരണം ഈ ട്രാക്കൊക്കെ തുരുമ്പ് പിടിച്ചിട്ട്, ആ റെയിലിൽ തുരുമ്പ് പിടിച്ചിട്ടേ. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇനിയിപ്പോൾ കുറച്ച് സ്റ്റേഷനും കൂടി ഉള്ളൂ ഇനി കോട്ടയത്താൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ, ഇനി 2 സ്റ്റേഷനും കൂടിയും കഴിഞ്ഞാൽ കോട്ടയം എത്തിയിട്ടാ. അപ്പോൾ വണ്ടി ഇനി ഓൺ ടൈമിൽ അവിടെ എത്തുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ നമ്മുടെ ഇവിടുന്ന് ആരും കയറിയൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഇറങ്ങാനാണ് ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ കണ്ടില്ല, എൻ്റെ കോച്ചിൽ ആരും കയറിയ ഞാൻ കണ്ടില്ല. പിന്നെ ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളായിരിക്കും വണ്ടി, നിറച്ച് ഫുള്ളായിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ കോട്ടയത്തിൻ്റെ ഔട്ടറിൽ പിടിച്ചിട്ടേക്കാം കേട്ടോ. കോട്ടയം ഔട്ടറിൽ. പിന്നെ ഇപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നിറച്ച ആൾക്കാരായിരിക്കും കേട്ടോ എന്തായാലും, അത് ഞാൻ ഉറപ്പ് പറയാനില്ല. നിറച്ച് ഫുള്ളായിരിക്കും വണ്ടി. അപ്പോൾ പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്താണെന്നറിയോ? എൻ്റെ ഫോണിൽ ചാർജില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഞാനാണെങ്കിൽ ചാർജർ എടുക്കാനും മറന്നുപോയി. ഒരു 25% ചാർജേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അത് മാത്രമല്ല, എനിക്കിനിയിപ്പോൾ കോട്ടയം എറണാകുളത്തിൻ്റെയും വീഡിയോ എടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് വീഡിയോ ഞാൻ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഈ കൊല്ലം കോട്ടയം പാസഞ്ചറിൽ നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആയിട്ടത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.